ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നേക്കുന്നത് മട്ടുപ്പാവ് കൃഷി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കൊടുത്തതാണ്. ഇത് ടെറസിൻ്റെ മുകളിൽ ചെറിയൊരു വീടാണ് കേട്ടോ. ടെറസിൻ്റെ മുകളിൽ കുറച്ച് പച്ചക്കറി, കാന്താരിമുളക്, ചീര, ഇഞ്ചി, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട് അവർ. ആ കൂട്ടത്തിൽ നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്, ഇപ്പോൾ ബേറാപ്പിൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന കാരണം പെട്ടെന്ന് ഫ്ലവറിങ് ആവുന്നുണ്ട്. നല്ല രസകരമായിട്ട് വരുന്നതാണ്. ഗ്രീനാണ് ഈ വെച്ചേക്കുന്നത് കേട്ടോ. സാധാരണ ഇപ്പോൾ പുതിയതായിട്ട് റെഡ് വെക്കുന്നുണ്ട്. പിന്നെ കുരുമുളക്, പെപ്പർ കൊടുത്തിട്ടത് കുറ്റിക്കുരുമുളകാണ്, പന്നിയൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്പേസിൽ കുറച്ച് സ്ഥലം വെറുതെ ഇട്ടു. ഒരു സൈഡിൽ സപ്പോർട്ട വെച്ചു, നമ്മുടെ ക്രിക്കറ്റ് ബോളില്ലേ, വലിയ സപ്പോർട്ട. അത് അത്യാവശ്യം ഫ്ലവറിങ് ഒക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അതും സൂപ്പറായിട്ട് പൊക്കത്തിൽ തന്നെ വേണം. ഇച്ചിരി തണുപ്പ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ കാരണം ഒക്കെ പ്രൂണിങ് അധികം നടത്താണ്ട് വെച്ചേക്കാണ്. എന്നാലും ഒരാളുടെ പൊക്കം ഒന്നൊരാൾ പൊക്കത്തിൽ മാത്രം നിർത്തിയിട്ടുള്ളൂ. പിന്നെ അതിന് ഇച്ചിരി വലിയ ഡ്രമ്മ എടുത്തത് സാധാരണ. പിന്നെ ചെറുനാരങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഹൈബ്രിഡ് ആയതുകൊണ്ട് ചെറിയ പൊക്കത്തിൽ തന്നെ നമുക്ക് കാഴ്ച കിട്ടി. പിന്നെ കാലാപ്പാടിയുടെ ഒരു മാവ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കിടിലനാണ്, പക്ഷേ ഫ്ലവറായിട്ടില്ല, ഫ്ലവറിങ് തുടങ്ങിയിട്ടില്ല. പിന്നെ പ്രോപ്പറായിട്ട് അതിൻ്റെ തുളയിൽ നിന്ന് ഇച്ചിരി വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തുളയിൽ രണ്ടുമൂന്ന് ഓടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ മറ്റേ ടൈലിൻ്റെ കഷ്ണമോ ഒക്കെ വെച്ച് കൊടുക്കണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി. പിന്നെ ഇത് കണ്ട നാംഡോക്ക് മാവാണത്. നല്ല അടിപൊളി വാങ്ങിയല്ലേ, നല്ല ഇതാണ്, ഗ്രീനാണത്. മറ്റേ ഗോൾഡല്ല, പർപ്പിളും അല്ല, ഗ്രീനാണ്. നന്നായിട്ടുണ്ടാകുന്നുണ്ട്. ഞാൻ കൊടുത്തു തന്നെയാണ്. നല്ല ഫ്ലവറിങ് ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പിന്നെ ബ്രാഞ്ചസ് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്ത കാരണം സൈഡ് ബ്രാഞ്ചസ് ഇഷ്ടംപോലെ വന്നു. അങ്ങനെ ആയി. പിന്നെ ഞങ്ങളുടെ വളം, മൈക്രോ ന്യൂട്രിയൻ അടങ്ങിയ വളങ്ങളുണ്ടല്ലോ, ഫ്രൂട്ട്സ് പ്ലാന്റ് പൂവിടാനും കായ്ക്കാനുള്ള, അത് ജൈവവളത്തിൽ പെടുന്നുണ്ട്. അത് കിലോ 60 രൂപയുള്ളൂ. സൂപ്പറായിട്ട് ഇട്ട് കൊടുത്തു. അത് 25 ചാക്കുണ്ട്. അത് നമുക്ക് എല്ലാ മാസവും കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഫ്ലവറിങ് തുടങ്ങണേക്ക് മുമ്പോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കണ്ടത് ജാമ്പാണ്. അതിന് മുമ്പ് കുറച്ച് മുമ്പ് നമ്മൾ കണ്ടത് പേരയുണ്ട്, തായ്ലൻഡിൻ്റെ പേരയായിരുന്നു. അത് ഫ്ലവറിങ് തുടങ്ങിയിട്ടുണ്ട്. ഇത് ജാമ്പ നല്ല വെറൈറ്റിയാണ്. ഒരു പിങ്കിഷ് കളറിൽ വരുന്നൊരു ജാമ്പ. നല്ല വെറൈറ്റിയാണ്, നല്ല മധുരമാണ്, നല്ല വയറ് നിറയും ഒരെണ്ണം കഴിച്ചാൽ. അത്രയ്ക്ക് വലിപ്പമുണ്ട്. അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ കവർ ഇട്ടേക്കണം എന്താണെന്ന് വെച്ചാൽ പുഴുക്കളും പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായില്ലേ, വേനൽ മഴ. അപ്പോൾ അതിൻ്റെയൊക്കെ വെള്ളം കയറി ആ വെള്ള മധുരം കുറയണ്ടെന്ന് പറഞ്ഞിട്ട് അവരോട് തന്നെ പറഞ്ഞാണ് കെട്ടി വെച്ചേക്കണം. അപ്പോൾ അവർ അതേപോലെ തന്നെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി തുള്ളി പോലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓരോ സീസണിലും ചില സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മധുരക്കുറവൊക്കെ വരാറുണ്ട്. പക്ഷേ എന്നാലും ഇത് നല്ലൊരു വെറൈറ്റി ആയിരുന്നു, നല്ല മധുരമുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും വെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ ടെറസിൻ്റെ മേളിലോ താഴത്തോ മണ്ണിലോ എല്ലാം നട്ട് തരാൻ തയ്യാറാണ്. അതേപോലെ വളവും തരാം. കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വളം എത്തിച്ചേരാം. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മതി. 7736833017. അപ്പോൾ എന്തായാലും ഇതൊരു ലക്ഷദ്വീപുകാരുടെ വീടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ കൊടുത്തതാണ്, കേരളത്തിലെ കൊച്ചിയിലാണ്. അപ്പോൾ അത് എന്തായാലും അവർ സക്സസ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അവർ ചെയ്തു തുടങ്ങിയ കാരണം അതേപോലെ സപ്പോർട്ട്. താങ്ക് യു.